ഡോക്ടർ ജോ ജോസഫ്, ഇതെല്ലാ മഴക്കാലത്തും ഉള്ളതാണ്. മുല്ലപ്പെരിയാർ ഒരു വലിയ ആശങ്കയായി നിലകൊള്ളും. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഒന്നും പേടിക്കേണ്ട എന്ന് സംസ്ഥാന സർക്കാർ കേരളത്തിലെ ജനങ്ങളോട് പറയുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സർക്കാരിന്റെ നിസ്സഹായ അവസ്ഥയല്ലേ അവിടെ പ്രകടമാകുന്നത്. ഈ അവസ്ഥയിൽ സംസ്ഥാന സർക്കാരിന് നിലവിലുള്ള സുപ്രീം കോടതി വിധി പ്രകാരം എന്ത് ചെയ്യാൻ കഴിയും? ഇത് എല്ലാ വർഷവും മുല്ലപ്പെരിയാർ ഒരു വിഷമം, അതിൻ്റെ ഒരു പ്രശ്നം മഴക്കാലത്തോടനുബന്ധിച്ച് ഉണ്ടാകാറുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ വർഷം ഈ വയനാട് ദുരന്തത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വളരെയധികം ആശങ്ക ജനങ്ങൾക്കുണ്ട്. അത് ജനങ്ങളെ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം അവർ ചാനൽസിലാണേലും അതുപോലെ തന്നെ നെറ്റിലാണേലും ഒക്കെ ഈ ദുരന്തത്തിൻ്റെ ഡെപ്ത് കണ്ടാണ് ഈ സാധാരണക്കാരും ജനങ്ങളും. അതിൻ്റെ പുറയിലാണിപ്പം ഈ തുംഗഭദ്ര ഡാമിൻ്റെ ക്രസ്റ്റ് ഗേറ്റിന് ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. അപ്പം ഈ പ്രാവശ്യത്തെ ഈ മഴക്കാലത്തെ ഈ ആശങ്ക സാധാരണക്കാലത്തെക്കാളും വളരെ വലുതാണ്. അപ്പം അത് തീർച്ചയായിട്ടും സർക്കാരും അതുപോലെ തന്നെ നമ്മുടെ ലെജിസ്ലേറ്ററും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് എന്ത് ചെയ്യും എന്ന് ഉടനെ ഇപ്പം ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാടുമായിട്ടൊരു ചർച്ച നടത്തി ഇത് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ജനങ്ങളുടെ ഭീതി അകറ്റാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുവാണ് ഇപ്പം ചെയ്യാവുന്നൊരു കാര്യം. ഡോക്ടർ ജോ ജോസഫ്, പക്ഷേ ഇതിൽ തമിഴ്നാടുമായിട്ട് ഒരു സമവായ ചർച്ച എന്നൊക്കെ പറയുന്നത് അത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ആലോചിച്ചിട്ടുള്ള കാര്യവും ഇപ്പോൾ ഒരു 2 വർഷം മുൻപ് ഈ ഡിസംബർ മാസത്തിൽ എന്തോ ഒരു വലിയ ചർച്ച നടക്കാൻ പോകുന്നു എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുകയും ചെയ്തതാണ്. പക്ഷെ അങ്ങോട്ടൊന്നും നടന്നില്ല. അതിനും കാരണമുണ്ട്, തമിഴ്നാട്ടിലും ഇത് വലിയൊരു വികാരമാണ്, 5 ജില്ലകളെ നേരിട്ട് ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തമിഴ്നാട്ടിൽ ഭരണത്തിലിരിക്കുന്ന സർക്കാർ കേരളവുമായിട്ട് നല്ല ബന്ധത്തിലാണെങ്കിൽ പോലും മുല്ലപ്പെരിയാർ വിഷയത്തിൽ തൊടാൻ അവർ മടിക്കും. ഏറ്റവും ഒടുവിലായിട്ട് പുതിയ ഡാം പണിയണമെന്ന ആവശ്യവുമായി കേരളം കേന്ദ്ര സർക്കാരിനെ സമീപിച്ച സമയത്ത് MK സ്റ്റാലിൻ തന്നെ നേരിട്ട് കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയാണ് കേരളത്തിന്റെ അപേക്ഷ പരിഗണിക്കരുത് എന്ന്. അപ്പോൾ പിന്നെ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്നുള്ള ഒരു സമവായ നിർദ്ദേശം അത് ഈ ഘട്ടത്തിൽ നടക്കുന്ന കാര്യമല്ല എന്നത് ഉറപ്പല്ലേ. പിന്നെ നിയമവഴികളാണ്. നിയമവഴികളിൽ ഇപ്പോഴുള്ള തടസ്സം എന്താണ്? താങ്കൾ സുപ്രീം കോടതിയെ സമീപിച്ചയാളാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ 2014 കേസ് തോറ്റതിനു ശേഷം എത്ര തവണ കൃത്യമായ രേഖകളുമായി സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്? താങ്കൾക്ക് അതിനെക്കുറിച്ച് ഒന്ന് വിശദമാക്കാൻ പറ്റില്ലേ? താങ്കൾ പക്ഷേ കോടതിയിൽ പോയ സമയത്ത് കേരളത്തിന് അനുകൂലമായിട്ട് ചെറിയ രീതിയിലാണെങ്കിലും പോലും ഒരു ഇടക്കാല വിധി സമ്പാദിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു. സംസ്ഥാന സർക്കാരിന് അത് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, സംസ്ഥാന സർക്കാർ 2014 കഴിഞ്ഞിട്ട് പിന്നെ കോടതിയിൽ പോയിട്ടില്ല. അവർ എൻ്റെ കേസിൽ എതിർകക്ഷിയുമാണ്. പക്ഷേ തമിഴ്നാട് 2014 ഒരു ഒറിജിനൽ സ്യൂട്ട്, ഒരു OS ഫയൽ ചെയ്തിട്ടുണ്ട്. ആ ഫയൽ ചെയ്ത OSൽ വളരെ റീസെൻ്റായിട്ട് സംസ്ഥാന സർക്കാർ ഈ കരാർ പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിലെന്തെങ്കിലും ഫലം കാണുമെന്നുള്ളത് നമുക്ക് തീർച്ച പറയാനൊക്കെയല്ല. എന്തായാലും അത് സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇപ്പം എമർജൻസി ആയിട്ടും അർജൻറ്റുമായിട്ടും ജനങ്ങളിപ്പോൾ എങ്ങനെയാണ് ഈ ജനങ്ങൾ ഇത് ഭീതിയിലായത്? 1979 സെൻട്രൽ വാട്ടർ കമ്മീഷനാണ് അത് ആദ്യമായിട്ട് പറയുന്നത് ഈ ഡാം അപകടത്തിലാണെന്ന്. ഈ ഡാം അപകടത്തിലാണെന്ന് പറയുകയും ഒരു പുതിയ ഡാം പണിയണമെന്ന് പറയുകയും അതിനുള്ള സ്ഥലം കണ്ടുപിടിക്കുകയൊക്കെ ചെയ്ത് സെൻട്രൽ വാട്ടർ കമ്മീഷനാണ്. അപ്പോൾ അതിൽ നിന്ന് അവർ പുറകോട്ട് പോയിട്ട് പറഞ്ഞു ഉള്ള ഡാം തന്നെ ബലപ്പെടുത്തിയാൽ മതി, അതിനുള്ള കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇത് ജനങ്ങളായിട്ട് ഉണ്ടാക്കിയ പ്രശ്നമല്ല. അപ്പോൾ തുടങ്ങുന്നത് സെൻട്രൽ വാട്ടർ കമ്മീഷനാണ്. പിന്നെ അത് കഴിഞ്ഞ് പല കാര്യങ്ങൾ കേരള സർക്കാരാണെങ്കിലും ഇപ്പം അസംബ്ലി ഈ ഡാം സേഫ് അല്ല എന്നുള്ള ഒരു കണക്കുകൂട്ടലിൽ ഒരു ബില്ല് പാസ്സാക്കി, കേരള ഇറിഗേഷൻ ആൻഡ് വാട്ടർ ആക്ട് എന്നാണ് തോന്നുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് കേരള സർക്കാർ തന്നെ IIT റൂർക്കി, IIT ഡൽഹി കൊണ്ട് പഠിപ്പിച്ച് ഈ ഡാം സേഫ് അല്ല എന്നുള്ള റിപ്പോർട്ട് വന്നു. അപ്പോൾ ഇപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യും? ഇത് അവരെ ഉണ്ടാക്കിയതല്ല, അവർ പറഞ്ഞതല്ല. ഇത് ഡാം അൺസേഫാന്നുള്ള കാര്യം ജനങ്ങളായിട്ട് പറഞ്ഞതല്ല. പല സർക്കാരുകൾ, കേന്ദ്ര സർക്കാരും കേരള സർക്കാരുമായിട്ട്
അവരെ പറഞ്ഞ് പഠിപ്പിച്ച കാര്യമാണ്. അതിൻ്റെ പുറത്താണിപ്പം ഈ വയനാട് ദുരന്തവും ഈ തുംഗഭദ്രയിൽ ഡാമിലുണ്ടാക്കുന്ന കാര്യമൊക്കെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും സർക്കാർ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. ഈ പേടിയില്ലാതെ ജീവിക്കുക, ഭയമില്ലാതെ ജീവിക്കുക എന്നുള്ള ജനങ്ങളുടെ അവകാശമാണ്. സർക്കാർ അത് തീർച്ചയായിട്ടും പിന്നെ ജനങ്ങളുടെ കോൺഫിഡൻസ് കിട്ടുന്ന എന്തെങ്കിലും ഒരു മെഷർ എടുത്തേ പറ്റുള്ളൂ. ഇത് വളരെയധികം ഭീതിയാണ്. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ രാഷ്ട്രീയമല്ല. ഇത് രാഷ്ട്രീയമോ അല്ലെ വേറെ ഒന്നുമല്ല. ജനങ്ങൾ ആക്ച്വലി പേടിച്ച് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പം എറണാകുളത്തൊക്കെ തന്നെയാണേലും അല്ലെ ഇടുക്കിയിലാണേലും ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അവരെല്ലാം ഉള്ളിൽ ഭയമുണ്ട്. അപ്പം ഞാനൊരു ക്യാമ്പയിൻ തുടങ്ങുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെജിസ്ലേറ്ററൊക്കെ ഇതിൻ്റെ അകത്ത് ഉത്തരവാദി തന്നെയാണ്. ഈ ലെജിസ്ലേച്ചറാണ് ഇത്. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാൽ കാണാം, ഈ അസംബ്ലി, കേരള അസംബ്ലി ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കീഴിലായിരുന്നെങ്കിൽ, അല്ലെ കേരള മന്ത്രിസഭ ഇതിൻ്റെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കീഴിലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗതി ഉണ്ടാകുകയില്ല എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പല സ്ഥലത്തും നമുക്കിത് കാണാവുന്നതാണ്. അത്രയൊന്നും പോയില്ലേലും ഒരു പിന്നെ ഈ ഭീതി മാറുന്നവരെ, അല്ലെ ഈ മഴക്കാലം മാറുന്നവരെയെങ്കിലും ഈ നമ്മുടെ 140 MLA-മാരുണ്ടല്ലോ, അവർ 2 ദിവസം വെച്ച് മുല്ലപ്പെരിയാറിൻ്റെ താഴെയോ ഈ ചപ്പാത്തിലോ വള്ളക്കടവിലോ അവിടെ 2 ദിവസം വെച്ച് അവർ സ്പെൻഡ് ചെയ്യട്ടെ, അവർ നിൽക്കട്ടെ. അപ്പം ജനത്തിന് ഇതൊരു കോൺഫിഡൻസ് കൊടുക്കട്ടെ. അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് കളി കൈവിട്ടു പോകും. കാര്യം ഇപ്പം ഇനി മുല്ലപ്പെരിയാറെന്ന് മാത്രമല്ല, ഇടുക്കി ഡാം, ബാക്കി എല്ലാ കേരളത്തിലെ എല്ലാ ഡാമും ഇനി ഡീകമ്മീഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രക്ഷോഭം വരാൻ പോകുന്നത്. അതുകൊണ്ട് അത്യാവശ്യമായിട്ട് സർക്കാരാണ് നേതൃത്വം കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ലെജിസ്ലേറ്റർ അവർ നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കിൻ്റെ അടുത്ത് മാറി നിൽക്കാൻ പറ്റില്ല. അവർ ബില്ല് പാസ്സാക്കുകയും ഈ ജനങ്ങളിൽ ഈ ഭീതി ഉണ്ടാക്കുന്നതിൽ ഒരു പങ്ക് അവരും വഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് കണ്ട് ഡോക്ടർ ജോ ജോസഫ്, ഈ കേരള സർക്കാർ ഇടപെടുന്നു എന്ന് പറയുമ്പോൾ 2006 ഒരു നിയമം തന്നെ പാസ്സാക്കിയതാണ്. കേരള സർക്കാർ തന്നെ നിയമസഭയിൽ ഒരു നിയമം പാസ്സാക്കിയതാണ്. പക്ഷേ ആ നിയമത്തെ 2014 സുപ്രീം കോടതി എടുത്തു കളഞ്ഞു, നള്ളിഫൈ ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒരു ഡാം സേഫ്റ്റി നിയമം അത് സംസ്ഥാന സർക്കാരിന് കൊണ്ടുവരുവാനുള്ള ഭരണഘടനാപരമായ അവകാശമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അത് മാത്രമല്ല മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 136 അടിയിൽ നിജപ്പെടുത്തിക്കൊണ്ട് ആ നിയമത്തിൽ വ്യവസ്ഥയുണ്ടായിരുന്നു. അത് സാധ്യമുള്ള കാര്യമല്ല എന്നും സുപ്രീം കോടതി കണ്ടെത്തി 2014. പിന്നെ ഒരു നിയമനിർമ്മാണത്തിലേക്ക് കടക്കാൻ സംസ്ഥാന സർക്കാരിന് പരിമിതി ഇക്കാര്യത്തിലുണ്ടല്ലോ. പിന്നെയുള്ളത് താങ്കൾ പറഞ്ഞു ജനപ്രതിനിധികളെ അവിടെ കൊണ്ട് താമസിപ്പിക്കട്ടെ എന്ന്. ഇപ്പോൾ ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ, അദ്ദേഹം ഇടുക്കിക്കാരനാണ്. അദ്ദേഹം ഈ വിഷയത്തിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷേ ഈ വൈകാരികമായ കാര്യങ്ങൾക്കപ്പുറമായിട്ട് നിയമപരമായി കേരളത്തിന്റെ മുന്നിൽ എന്താണോ ഉള്ളത് എന്നതിന്റെ സാധ്യതകൾ സംസ്ഥാനം പരിശോധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. 2014 ശേഷം കേരളം എന്ത് ചെയ്തു എന്ന്. ഞാൻ താങ്കളിലേക്ക് വരാം.